കിട്ടിയതെല്ലാം നശിപ്പിച്ചു. അവസാനം അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവസാനം ഭക്ഷിക്കാൻ പോലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പന്നിക്കൂട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ് പന്നിക്കൂട്ടിലേക്ക് പോകുന്നത്? ആ തവിടെങ്കിലും ഭക്ഷിക്കാൻ. നോക്കിയേ, ഒരു മനുഷ്യന്റെ അധപ്പതനമാണ്. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുന്ദരമായി കഴിഞ്ഞിരുന്ന സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അനുഭവിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയവൻ അവസാനം ഭക്ഷിക്കാൻ പോലും ഒന്നുമില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ പന്നിക്കൂട്ടിലാവുകയാണ്. മൃഗത്തെ പോലെ ആയിത്തീർന്നു അവൻ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. പിതാവ് അവനെ സ്നേഹിക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു, അവന് മോതിരമണിയിക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു, ചെരുപ്പണിയിക്കുന്നു, അവന് നല്ല ഭക്ഷണം വിളമ്പുന്നു. ഇതാണ് പിതാവിൻ്റെ സ്നേഹം. എന്നാൽ വേറൊരു പുത്രനുണ്ടായിരുന്നു. ആരാണ് ആ പുത്രൻ? മൂത്ത പുത്രൻ. ആ മൂത്ത പുത്രൻ അവിടുത്തെ ബഹളവും എല്ലാം കേട്ടിട്ട് അവൻ ചോദിച്ചു, അവിടെ എന്താണ് ബഹളം വീട്ടിൽ? ഇളയ പുത്രൻ വന്നിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് വീട് മുഴുവൻ, അതിന്റെ സന്തോഷത്തിലാണ് കുടുംബം മുഴുവൻ, അതിന്റെ സന്തോഷത്തിലാണ് നിന്റെ പിതാവ്. അവൻ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാകാതിരിക്കുകയാണ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രൻ അവൻ പിതാവിന്റെ അടുക്കലേക്ക് പോകാൻ, ഭവനത്തിലേക്ക് കയറാൻ അവൻ വിസമ്മതിക്കുമ്പോൾ പിതാവിനോട് പറയുന്നുണ്ട്, നീ എന്നെ ഒരു ദാസനായി പോലും പരിഗണിച്ചില്ല. നോക്കിക്കേ, ആ രണ്ട് നഷ്ടപ്പെടലൊന്നും നോക്കിക്കേ. കാണാതായ ആട് എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? വീടിന് പുറത്ത്. നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? വീടിനുള്ളിൽ. ഇനി ധൂർത്തപുത്രന്റെ ഉപമയിലേക്ക് വരൂ. ധൂർത്തപുത്രന്റെ ഉപമയിൽ അവിടെ നമ്മൾ രണ്ട് പുത്രന്മാരെ കാണുന്നുണ്ട്, സ്നേഹനിധിയായ പിതാവിനെ കാണുന്നുണ്ട്. ആ ഇളയ പുത്രൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? വീടിന് പുറത്താണ്. അവൻ എല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് പോയി, വീട്ടിൽ നിന്ന് പോയി. പക്ഷേ ഇവിടെ മൂത്ത പുത്രൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? വീടിനുള്ളിൽ. പിതാവിന്റെ കൂടെയായിരുന്നു മൂത്തപുത്രൻ, പിതാവിന്റെ കൂടെയായിരുന്നു. പക്ഷേ അവൻ നഷ്ടപ്പെട്ടു പോയി. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആട് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാവരും അറിയും, അല്ലേ? 100 ആട്, എടാ നിന്റെ 99 ആടല്ലേ ഉള്ളൂ, ഒരാട് എവിടെ പോയി എന്ന് പുറത്തുള്ളവർ അറിയും. വീടിന് പുറത്താണ് പോയത്, നഷ്ടപ്പെട്ടു പോയാൽ അറിയാൻ പറ്റും. നാണയം അത് എൻ്റെ സ്വന്തമാണ്, ഉള്ളിലാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ആരും അറിയില്ല. ഇളയപുത്രൻ നഷ്ടപ്പെട്ടു പോയി, മൂത്തപുത്രൻ വീടിനുള്ളിൽ പിതാവിൻ്റെ കൂടെയായിരുന്നു. നഷ്ടപ്പെട്ടത് പിതാവ് പോലും അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കും, യേശുവിനോട് കൂടെയായിരിക്കും, ധ്യാനത്തിൽ പങ്കെടുക്കും, പ്രാർത്ഥനയിൽ പങ്കെടുക്കും, എല്ലാ ശുശ്രൂഷയിലും പങ്കെടുക്കും. പക്ഷേ നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണോ? ആരും അറിയല. കൂടെയുള്ളവർ പറയും നല്ല പ്രാർത്ഥനക്കാരി, നല്ല പ്രാർത്ഥനക്കാരൻ. കൂടെയുള്ളവർ പറയും അയ്യോ ഇത്രയും നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് വന്നു നോക്കിയാൽ ഞാൻ ആരാണ്, ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. എന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കാത്തിരിക്കുകയാണ്. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മൾ വഴിതെറ്റിപ്പോയാൽ, നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടിപ്പോകണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാവുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് പാപത്തിൻ്റെ അവസ്ഥയെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോഴാണ്. നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ പല രോഗങ്ങളും, പല അസ്വസ്ഥതകളും, പല ആകുലതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പാപാവസ്ഥയിൽ നമ്മൾ കർത്താവിനോട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. നമ്മൾ എന്തു ചെയ്യണം? പാപാവസ്ഥ നമ്മൾ ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപത്തെ നമ്മൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ.
നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ വിളിച്ച് ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഈശോയെ അറിഞ്ഞവരാണ് നമ്മൾ. ഈശോയുടെ സ്നേഹം അനുഭവിച്ചവരാണ് നമ്മൾ. ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ് നമ്മൾ. കാരണം ഈശോ നമ്മുടെ രക്ഷകനാണ്, ഈശോ നമ്മുടെ നാഥനാണ്. അങ്ങനെ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ട് ഞാൻ ഈശോയെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? ഈശോയെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? പാപാവസ്ഥയിൽ ഞാൻ ജീവിച്ച് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? വചനം പറയുകയാണ്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അധികമായി. അതാണ് ഒരു പാപിയെ ദൈവം സ്നേഹിക്കുന്നത്. നമുക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നല്ല ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഞാൻ നിന്നെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപാവസ്ഥയെയും നീ എടുത്തു മാറ്റണമേ. അനുതാപം നൽകണമേ, മാനസാന്തരം നൽകണമേ. വിശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, എല്ലാവിധ പൈശാചിക ശക്തികളും എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകട്ടെ. കർത്താവായ യേശുവേ, നിന്റെ തിരുനാമത്താൽ, നിന്റെ തിരുരക്തത്താൽ കർത്താവായ യേശുവേ എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വതന്ത്രമായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.